ഓഹോ കൊള്ളാലോ, കൈവിട്ടാലോ. നല്ല സ്റ്റേബിളും കൂടിയാട്ടോ. നോക്ക്, റെവ് ചെയ്ത് ഓടിക്കാൻ കൊള്ളാട്ടോ. അഗ്രസീവായി ഡൗൺ ഷിഫ്റ്റ് റിയർ ലോക്കാവും. അതാണ് റിയർ വീൽ ചാറ്റർ എന്ന ലോക്കായിട്ട് ഇങ്ങനെ ചാടിപ്പോ. വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മളിപ്പോൾ ദ ബ്രാൻഡ് ന്യൂ ബജാജ് പൾസർ NS 160 ആണ് കേട്ടോ. ഇത് ചുരുക്കി പറഞ്ഞാൽ ശരിക്കും ഒരു പൾസർ 180 ഒരു NS 200ൻ്റെ ബോഡി കയറി വന്നാൽ എന്താവും? അതാണ് കേട്ടോ NS 160. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ നമുക്ക് ഫ്രണ്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതേ കണ്ടില്ലേ, ആ LED DRLs, LED ഹെഡ് ലാമ്പാണ് കൊടുത്തത്. ആ മിന്നൽ LEDs ആണ് കേട്ടോ. ആ NS 200 വരുന്ന സിമിലർ ആയിട്ടുള്ള ആ മിന്നൽ LEDs ആണ്, ഫ്രോസ്റ്റഡ് LEDs ആണ് കൊടുത്തിരിക്കുന്നത്. ഓ കണ്ണടിച്ചു പോലോ. ഒന്ന് ഓഫാക്കിക്കോട്ടെ. ഇതിൻ്റെ കംപ്ലീറ്റ് ഡിസൈൻ നോക്കിയാൽ ഒരു NS 200 തന്നെയാണ് കേട്ടോ. ഇതേ കണ്ട് NS 200 വരുന്ന അല്ലെങ്കിൽ പഴയ KTMസിലൊക്കെ വരുന്ന സിമിലർ ആയിട്ടുള്ള ആ 3 LED ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തേക്കുന്നത്. അപ്സൈഡ് ഡൗൺ ഫോക്ക് കണ്ടോ, ആ മാറ്റ് സിൽവർ ആയിട്ടുള്ള ഔട്ടർ ട്യൂബുള്ള ചെറിയ കൂട്ടി അപ്സൈഡ് ഡൗൺ ഫോക്കാണ്. 33 mm അപ്സൈഡ് ഡൗൺ ഫോക്കാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രൈമക്കയുടെ 2 പിസ്റ്റൺ കാലിപ്പറും 300 mm ഡിസ്ക് റോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. 100 സെക്ഷൻ്റെ യൂറോ ഗ്രിപ്പ് ടയേഴ്സാണ് കേട്ടോ. കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ഓഫർ ചെയ്യുന്ന ടയേഴ്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് എവറി ഡേ യൂസ് കമ്മ്യൂട്ടിംഗ് ഒന്നും യാതൊരു പ്രശ്നമില്ല. പക്ഷേ റേഡിയൽ ടയറല്ല. ലോങ് ലൈഫാണ്, കമ്മ്യൂട്ടിങ്ങിനൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഇത് റേഡിയൽ ടയറല്ല. അക്രമം കാണിക്കാൻ പറ്റിയ ടയറല്ല. പക്ഷേ 17 ഇഞ്ച് ട്യൂബ്ലെസ് ടയർസ്. പഞ്ചറായാലും പെട്ടെന്ന് എയർ ലീക്കൊന്നും വരില്ല. അടുത്തുള്ള സർവീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ പഞ്ചർ ഷോപ്പിൽ പോയിട്ട് അടയ്ക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി വരും കേട്ടോ. നമ്മുടെ ട്യൂബ് ടയേഴ്സൊക്കെ പഞ്ചറായി കഴിഞ്ഞാൽ പെട്ടെന്നാണ് എയർ ലീക്ക് ആകുന്നത്. പിന്നത്തെ ഹൈലൈറ്റ് എന്നാൽ ഇത് ഡുവൽ ചാനൽ ABS ആണ്. ഫ്രണ്ടിലും ABS ഉണ്ട്, ബാക്കിലും ABS പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെറ്റപ്പ് കൊള്ളാം അല്ലേ. മാത്രമല്ല ഇതിൻ്റെ മഡ് ഗാർഡ് കണ്ടില്ലേ, ഒരു ഫേക്ക് കാർബൺ ഫൈബർ ഫിനിഷിലൊക്കെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. നല്ല മഴയായിരുന്നു, മഴയത്ത് ഓടിച്ചാൽ ഫുൾ ചെളിയൊക്കെ തെറിച്ചിരിക്കുക. പിന്നെ ആ ഫ്രെയിം കണ്ട് NS 200 വരുന്ന സിമിലർ ആയിട്ടുള്ള ആ പെരിമീറ്റർ ഫ്രെയിമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ NS 200 കുറച്ചുകൂടി ലോങ്ങർ വീൽ ബേസ്, കുറച്ചുകൂടി ഹൈവേയിലൊക്കെ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ചുകൂടി ലോങ്ങർ വീൽ ബേസ് ആയിട്ടുള്ള സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ NS 200 വരുന്ന സിമിലർ ആയിട്ടുള്ള ടാങ്കാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ഔട്ടർ പ്ലാസ്റ്റിക്, ഇന്നറിൽ കൊടുത്തേക്കുന്നത് 12 ലിറ്ററിൻ്റെ ഫ്യൂൾ ടാങ്കാണ് കേട്ടോ. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ എൻജിൻ തന്നെ ഒരു എയർ ഓയിൽ കൂൾഡ് എൻജിനാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇതൊരു പൾസർ 180 150 ഡിറൈവ് ചെയ്തെടുത്ത എൻജിനാണ്. പക്ഷേ പഴയ പൾസർ 180 എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഷോർട്ട് സ്ട്രോക്ക്, അതിൻ്റെ സ്ട്രോക്ക് ലെങ്ത് കുറവും ബോർ സൈസ് ആയിരുന്നു വലുതാക്കിക്കൊണ്ട്. ഇതെന്ന് പറഞ്ഞാൽ അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോർ സൈസ് കുറച്ച് അതിൻ്റെ സ്ട്രോക്ക് ലെങ്ത് ഒന്ന് കൂട്ടി കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇത് ലോങ് സ്ട്രോക്കും അല്ല, ഇത് ഓൾമോസ്റ്റ് ഒരു സ്ക്വയർ ടൈപ്പ് എഞ്ചിൻ ഡിസൈനാണ്. ഞാൻ ബജാജ് പ്ലാന്റിൽ പോയപ്പോൾ ഇതിൻ്റെ എഞ്ചിനീയേഴ്സ് കുറേ കഥകൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പണ്ട് മുതലേ കുറേ പേരുടെ ആഗ്രഹം, മിഡിൽ ക്ലാസിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പൾസർ 180 കേട്ടോ. എന്നാൽ ആ മിഡിൽ ക്ലാസ്സിന് കുറച്ച് ഓവർ ടൈം NS 200 ആയി ഡ്രീം. അപ്പോൾ ഈ പൾസർ 180 NS 200 കൂടി കമ്പൈൻ ചെയ്താൽ എന്ത് കിട്ടും എന്ന് പറഞ്ഞാൽ പൾസർ 180 എഞ്ചിൻ എടുത്ത് അത് കുറച്ചും കൂടി ബെറ്റർ ഫോർ സിറ്റി യൂസ് ആക്കി, ബെറ്റർ ഫോർ കമ്മ്യൂട്ടിംഗ് ആക്കി, കുറച്ചുകൂടി ബെറ്റർ ഫ്യൂൽ എക്കോണമി കൊടുത്തിട്ട് ഒരു 160cc എഞ്ചിൻ ഉണ്ടാക്കി. എന്നിട്ട് അതൊരു പൾസർ NS 200ൻ്റെ ബോഡി കയറ്റി വെച്ച്. അപ്പോൾ രണ്ടുപേരുടെ ആ മിഡിൽ ക്ലാസ് ഡ്രീം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയ ബജാജ് ഇങ്ങനത്തെ ഒരു വണ്ടി ഇറക്കിയിരിക്കുന്നു കേട്ടോ. ഇതിന് കിക്ക് സ്റ്റാർട്ടറും കൊടുത്തിട്ടുണ്ട്, അതുപോലെ സെൽഫ് സ്റ്റാർട്ടും കൊടുത്തിട്ടുണ്ട്. ആ NS 200 പോലെ സിമിലർ ആയിട്ടുള്ള ഒരു ക്രാഷ് ഗാർഡും കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ എയർ ഓയിൽ കൂൾഡ് അതിൻ്റെ ഫിൻസൊക്കെ കാണുന്നുണ്ട് കേട്ടോ. സെറ്റപ്പ് കൊള്ളാം. ഇത് നമ്മുടെ പഴയ പൾസർ 180 പോലെ അത്രമാത്രം റഫ് എഞ്ചിനൊന്നുമില്ല. കുറച്ചുകൂടി സ്മൂത്തായി, ആ വൈബ്രേഷൻ കുറഞ്ഞ, ആ ഹെഡ് നോയ്സ് ഒക്കെ ഓവറോൾ കുറഞ്ഞിട്ടുണ്ട് ഈ BS6 എഞ്ചിൻ കേട്ടോ. മാത്രമല്ല DTSI എഞ്ചിനും കൂടെ. പുതിയ NS 200 പണ്ട് ആദ്യം ഇറങ്ങിയപ്പോൾ ട്രിപ്പിൾ സ്പാർക്ക് ആയിരുന്നു, ഇപ്പോൾ സിംഗിൾ സ്പാർക്ക് ആക്കി. ഇത് നോക്കി ഇപ്പോഴും ട്വിൻ സ്പാർക്കിലാണ് തോന്നുന്നത്. ഡിജിറ്റൽ ട്വിൻ സ്പാർക്ക് ഇഗ്നിഷൻ എന്നാണ് പറയുന്നത്. കണ്ടില്ല, ഇവിടെ ഒരു സ്പാർക്ക് പ്ലഗ് ഉണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഒരു സ്പാർക്ക് പ്ലഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഓയിൽ കൂളിങ്ങിന് വേണ്ടിയുള്ള ലൈൻസാണ് കേട്ടോ പോയിരിക്കുന്നത്. സെറ്റപ്പ്. ഇതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടി ആ സർക്കുലേറ്റ് ചെയ്ത് കണ്ടില്ല, ആ റേഡിയേറ്ററിൽ പോയിട്ട് ആ റേഡിയേറ്റർ കൂൾ ചെയ്യുക, എയർ വന്നിട്ട് ആ റേഡിയേറ്ററിനെ കൂൾ ചെയ്യുക. അപ്പോൾ ഓയിൽ ടെമ്പറേച്ചറിനെ കൂൾ ചെയ്യാനുള്ള സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എഞ്ചിൻ്റെ ടെമ്പറേച്ചർ കുറക്കാൻ പറ്റും, ഓയിലിൻ്റെ ടെമ്പറേച്ചർ കുറക്കാൻ പറ്റും, ഓയിലിന് ബെറ്റർ ലൈഫും കിട്ടുന്ന കേട്ടോ. അങ്ങനെ ഇതിനൊക്കെ വേണ്ടിയാണ് ഓയിൽ കൂളിംഗ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ കിക്ക് സ്റ്റാർട്ടറും കൊടുത്തിട്ടുണ്ട്. കിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതേ ഫുഡ് പാക്ക് മടക്കി വെച്ചിട്ട് വേണം കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. അതും കൊള്ളാം. പിന്നെ അതേ ആ സ്റ്റീൽ പെരിമീറ്റർ ഫ്രെയിം ഉണ്ട്, ഫുഡ് പാക്ക് ഉണ്ട്, റബ്ബർ മൗണ്ടഡ് ആയിട്ടുള്ള ഫുഡ് പാക്ക് വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടി ഈ റബ്ബർ മൗണ്ടിങ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ സെറ്റപ്പായിട്ടുണ്ട്. പിന്നെ സീറ്റ് ഉണ്ട്, ആവശ്യത്തിന് പാഡിങ് കൊടുത്ത സീറ്റ്. കുറച്ചും കൂടി ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി പാഡ് ചെയ്തിട്ട് ബെറ്റർ സീറ്റ് കവറൊക്കെ അടിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് ടൂർ ചെയ്യാം കേട്ടോ.
പില്ലിയൻ സീറ്റ് കംഫർട്ടബിൾ ആണ്, പക്ഷേ ലോങ് ഡിസ്റ്റൻസ് ട്രാവലിംഗ് ആണ് പില്ലിയൻ അധികം മാത്രം സ്പേസ് ഒന്നും ഇല്ലാത്ത സീറ്റാണ് കേട്ടോ. കുറച്ചുകൂടി ബെറ്റർ പാഡിങ് ചെയ്ത് കഴിഞ്ഞാൽ പില്ലിയന് കുറച്ചുകൂടി കംഫർട്ടബിൾ ആവുന്ന. പിന്നെ എൻ്റെ റിയർ ഷോക്ക് അബ്സോർബർ ഉണ്ട്, റിയർ മോണോഷോക്ക് ആണ് കേട്ടോ. നൈട്രോക്സിന്റെ ഷോക്ക് അബ്സോർബറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ റിയർ 230mm ഡിസ്ക് റോട്ടർ ആണ് കൊടുത്തിരിക്കുന്നത് വിത്ത് ABS. നിങ്ങൾക്ക് റിയർ ബ്രേക്ക് കയറി പിടിച്ചാലും റിയർ വീൽ ലോക്കാണ്, പേടി വേണ്ട. ഒരു സിംഗിൾ സൈഡ് ടയർ ഹഗ്ഗർ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ട് ഇവിടെ കണ്ടൊരു മഡ് ഗാർഡും കൊടുത്തിട്ടുണ്ട്, അധികം ചെളി തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പണ്ട് മുതലേ കണ്ടുവരുന്ന ആ ടെയിൽ ലൈറ്റ്സ്, ആ ട്വിൻ ടെയിൽ ലൈറ്റ്സ് ആ കൊടുത്തിരിക്കുന്ന സെറ്റപ്പ് പ്രോപ്പർ NS200 പോലെ ബാക്ക് 130 സെക്ഷൻ ടയറാണ്. എല്ലാം NS200 പോലത്തെ സിമിലർ ആയിട്ടുള്ള സെറ്റപ്പിലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു വ്യത്യാസം ഞാൻ നോട്ട് ചെയ്തതാണ്, ഇത് കണ്ട് ഞാൻ ലേഡീസ് ഫുഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് പഴയ NSന് ഇതേ സെറ്റപ്പായിരുന്നു കൊടുത്തത്, കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു എൻ്റെ മനസ്സിൽ. ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് എൻ്റെ ഓർമ്മയിലില്ല. പിന്നെ സാരി ഗാർഡൊക്കെ കൊടുത്തിട്ടുണ്ട്, കൊള്ളാം. പിന്നെ ഈ വണ്ടി നിങ്ങൾ അറിഞ്ഞിരിക്കാൻ നടത്തുന്നത് ഇത് NS200 പോലെ 6 സ്പീഡ് അല്ലേ, ഇതൊരു 5 സ്പീഡ് ഗിയർ ബോക്സാണ് കൊടുത്തത്. അത്രമാത്രം സെറ്റപ്പുള്ള ഗിയർ ബോക്സ് അല്ല. NS200 ഗിയർ ബോക്സ് കുറച്ചും കൂടി മെക്കാനിക്കല ക്ലങ്കിയാണ്, പക്ഷേ ഇത് കുറച്ചും കൂടി ഒരു മെക്കാനിക്കൽ ക്ലങ്കി ഫീലിംഗ് ഉള്ള പ്രോപ്പർ അത്ര ജാപ്പനീസ് ലെവൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ഹൈ എൻഡ് ആയിട്ടുള്ള ഇപ്പോൾ TVSൻ്റെ പോലത്തെ അത്രമാത്രം സെറ്റപ്പുള്ള ഒരു ഗിയർ ബോക്സ്, കുറച്ചും കൂടി മെക്കാനിക്കൽ ടൈപ്പ് ഗിയർ ബോക്സ്. എവറി ഡേ യൂസ് കമ്മ്യൂട്ടിംഗ് ഒന്നും യാതൊരു സീനില്ല. മാത്രമല്ല സ്ലിപ്പ് ആൻഡ് ക്ലച്ച് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അഗ്രസീവ് ഡൗൺ ഷിഫ്റ്റ് ചെയ്താൽ റിയർ വീൽ ലോക്ക് ആവും, അത് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യം. പിന്നെ ഇവിടെ കണ്ടത് USB ചാർജിങ് പോർട്ട്, ടൈപ്പ് A പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പുതിയ മീറ്ററൊക്കെ ആണ് കേട്ടോ. സ്മാർട്ട് കണക്ട് ഫീച്ചറാണ്, നിങ്ങൾക്ക് ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഫോണൊക്കെ ആയിട്ട് കണക്ട് ചെയ്തതിന് അങ്ങനെ കുറേ ഫീച്ചേഴ്സും കിട്ടും. ന്യൂട്രൽ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഡിസ്റ്റൻസ് ടു എംറ്റി ഉണ്ട്. അങ്ങനത്തെ എല്ലാ മത്താപ്പും കാണിച്ചതിന് ഒരു മീറ്ററാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ റൈഡിങ് മോഡ്സും ഉണ്ട്. ഇത് കണ്ടില്ല, ഈ മോഡ് സ്വിച്ച് ആണ്, ഈ ബട്ടൺ നിൽക്കാൻ നിങ്ങൾക്ക് റോഡ് ഉണ്ട്, റെയിൻ ഉണ്ട്, ഓഫ് റോഡ് ഉണ്ട്. ഇത് പവറിലൊന്നും അഡ്ജസ്റ്റ് ചെയ്യില്ല, പക്ഷേ ABSൻ്റെ വർക്കിങ്ങിൽ ആ സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എത്ര പെട്ടെന്ന് ABS ഇൻ്റർവീൻ ചെയ്യില്ലേ, അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. റോഡിൽ സാധാരണ പോലെ ABS വർക്ക് ചെയ്യും, റെയിലിൽ ഭയങ്കര ഇൻട്രൂസീവ് ആണ്. നിങ്ങൾ ബ്രേക്ക് പിടിച്ചാൽ പെട്ടെന്ന് ABS ഇൻ്റർവീൻ ചെയ്തിട്ട് വിട്ടുപിടിക്കുന്ന ഓഫ് റോഡ് മോഡിലേക്ക് ലീസ്റ്റ് ആയിട്ട് അത് ഇൻട്രൂസീവ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ച് അക്രമം കാണിച്ച് ഓടിക്കുന്ന ഒരാളാണെങ്കിൽ ഓഫ് റോഡ് ഇട്ട് ഓടിക്കുക, അല്ലെങ്കിൽ ഓഫ് റോഡൊക്കെ പോവുകയാണെങ്കിൽ ഓഫ് റോഡ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ലീസ്റ്റ് ഇൻട്രൂസീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് റിയറൊക്കെ ഒന്ന് ലോക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ഫുള്ളായിട്ട് റിയർ ലോക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് അങ്ങനെ നിങ്ങൾ ഓഫ് റോഡൊക്കെ പോവുകയാണെങ്കിൽ അറിയാത്ത ABS ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ കേബിൾ ഒന്ന് ഊരി തിരിച്ച് കുത്തിക്കഴിഞ്ഞാൽ തിരിച്ച് ഊരി ഒന്ന് ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ABS ഓഫാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ കുറേ ചോദിക്കാണ്ട് എന്തിനാണ് ABS ഓഫാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓഫ് റോഡൊക്കെ പോവുകയാണെങ്കിൽ റിയർ വീൽ ലോക്ക് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ കൺട്രോൾ കിട്ടും, വണ്ടി സ്റ്റോപ്പ് ചെയ്യാനൊക്കെ പറ്റും. ഇത് ABS വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സ്പീഡിലൊക്കെ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ABS ഇൻ്റർവ്യൂ ചെയ്ത് വിട്ട് പിടിച്ചാൽ കുറച്ചും കൂടി സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കൂടി പോയാൽ ഓഫ് റോഡ് അങ്ങനത്തെ ഡേർട്ട് അങ്ങനെ ലോ ട്രാക്ഷൻ സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് വണ്ടി നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനത്തെ ഓഫറൊക്കെ ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ABS ഫ്യൂസ് ഊരി മാറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ടും ബാക്ക് ഓഫൊക്കെ ഈ കാണുന്നത് കേബിൾ ഉണ്ട്, ഈ കേബിൾ ഒന്ന് റിമൂവ് ചെയ്ത് തിരിച്ച് കണക്ട് ചെയ്തതിന് നിങ്ങൾക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റുന്ന കേട്ടോ. ഒന്ന് ഇതും കൂടി കാണിച്ചു തരാം. എൻ്റെ സീറ്റായിട്ട് വരുന്ന 805mm ആണ്. ഞാൻ 5 foot 8, എനിക്ക് ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ യാതൊരു സീനും ഇല്ല. കിക്കർ അടിച്ച് കണ്ട ഈ ഫുഡ് പാക്ക് മടക്കി വെക്കണം കേട്ടോ, എന്നിട്ട് വേണം കിക്കർ അടിക്കുക. ഓ മൈ ഗോഡ്, ഓ കിക്കർ അടിച്ച് സ്റ്റാർട്ടാൻ കുറച്ചൊരു നാക്ക് വേണം കേട്ടോ. ഇപ്പോൾ എല്ലാ മോട്ടോർ സൈക്കിൾസ് സെൽഫ് അടിച്ചിട്ട് കിക്കർ അടിക്കാനുള്ള സെറ്റപ്പ് ഞാൻ കുറച്ചൊന്ന് മറന്നുപോയി. എന്താണല്ലേ, പക്ഷേ നാണക്കേട്. കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇതേ സെൽഫ് സ്റ്റാർട്ട് അടിക്കാൻ എന്ത് സുഖം. മാത്രമാണ് കണ്ടത്, ഇത് ഇലൂമിനേറ്റഡ് സ്വിച്ചസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, അത്ര ഹൈ എൻഡ് സ്വിച്ച് ഗിയർ ക്വാളിറ്റി ഒന്നുമില്ല, എന്നാലും പക്ഷേ ഫോർ ദ പ്രൈസ് ഇറ്റ്സ് ഗുഡ് കേട്ടോ. അത്രമാത്രം ഫീഡ്ബാക്ക് ഒന്നും ഇല്ലാത്ത സ്വിച്ചസ് ആണ് കേട്ടോ. ഫോർ ദ പ്രൈസ്, അത് ഞാൻ വീണ്ടും പറയാം, ആ പ്രൈസ് റേഞ്ച് സീനില്ല. ഓവർ ടൈം ചെറിയ രീതിയിൽ ഫീഡൊക്കെ വരും, പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഗ്രിപ്സ് ഒക്കെ മാറ്റാൻ പറ്റും. കുറച്ചൊരു ബെറ്റർ ക്വാളിറ്റി RCBയുടെ ഗ്രിപ്സാണ്, അങ്ങനത്തെ കുറച്ചൊരു ഹൈ എൻഡ് ഗ്രിപ്സ് ഇട്ടാൽ ഈ ഫുൾ ഈ കുറച്ചൊരു ബെറ്റർ ലുക്കിംഗ് മിറേഴ്സൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ POV വ്യൂ നിങ്ങൾക്കൊന്ന് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഗ്രൈമക്കയുടെ മാസിൻ്റെ ഉപയോഗിച്ചാൽ അഡ്ജസ്റ്റബിൾ ലെവേഴ്സ് ഒന്നുമില്ല, പക്ഷേ ഞാൻ ക്ലച്ച് ലെവർ ഓൺ ദ ലൈറ്റർ സൈഡാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ എർഗണോമിക്സ് NS200 പോലെ സിമിലർ എർഗണോമിക്സ്. ഫുഡ് പാക്ക് കുറച്ചൊന്ന് ബാക്കിലോട്ട് വെച്ചാൽ സ്പോർട്ടിനെസ്സിന് വേണ്ടിയാണ് കൊടുത്തത്. പിന്നെ കണ്ട ഫ്രണ്ട് ഒരു പൊടിക്കാണ് ഞാൻ ലീൻ ചെയ്തേക്കുക, എന്നാലും ഞാൻ അപ്രൈറ്റ് ആണ്, കംഫർട്ടബിൾ ആണ്. എവറി ഡേ ഓടിക്കാൻ, കമ്മ്യൂട്ടിങ്, ഓഫീസ് യൂസിനൊക്കെ യാതൊരു സീനും ഇല്ല. മാത്രമല്ല ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ പെട്രോളും അപ് ടു E20 ആണ് കേട്ടോ. 20% എത്തനോളുള്ള ആ പെട്രോളിന് ഈ മോട്ടോർ സൈക്കിൾ കംപ്ലൈൻറ്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ E20 സ്റ്റിക്കർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഫോക്ക് നല്ല സോഫ്റ്റ് ആണ്. ഇതേ കണ്ട പഴം പോലത്തെ ഫ്രണ്ട് ഫോക്കാണ്. ബാക്ക് ഷോക്ക് കുറച്ച് വന്ന സ്റ്റിഫർ സൈഡാണ്. എക്സോസ്റ്റ് ഓട്ടോമാറ്റിക് ആക്കി ഏൽപ്പിച്ച കേട്ടാ, സ്മൂത്ത് ആണല്ലോ, അധികം വൈബ്രേഷൻ ഒന്നുമില്ല അല്ലേ. കണ്ട നല്ല സ്മൂത്ത് ആണ്, അങ്ങനെ വൈബ്രേഷൻ ഒന്നുമില്ല. എക്സോസ്റ്റ് കൊള്ളാല്ല, ആ അണ്ടർബെല്ലി എക്സോസ്റ്റാണ്, അത് ഞാൻ കാണിച്ചു തന്നില്ല. കൊള്ളാം
കൊള്ളാലോ, ആ ലൈറ്റ് ഉണ്ടല്ലോ, മത്താപ്പേ. പിന്നെ അണ്ടർ ബെല്ലി എക്സോസ്റ്റാണ്, കുഴപ്പമില്ലല്ലേ, ഡീസൻ്റ്ലി ഗുഡാണ്. ഈ RTR 160 RTR 2 എക്സോസിറ്റോട് കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചൊരു ബേസ് ഉണ്ട്. പക്ഷെ എന്നാലും യാതൊരു സീനും കേട്ടോ, റെസ്പെക്റ്റബിൾ. 160cc ആണ്, BS6 എമിഷൻ നോംസ് ഒക്കെ മീറ്റ് ചെയ്യുന്ന വണ്ടിയാണ്, എന്നാലും സീനില്ല കേട്ടോ. അല്ലേ, കേട്ടിട്ട് എന്ത് തോന്നുന്നു. ഇനി നമുക്കൊന്ന് റൈഡ് പോയിട്ട് വരാം. ഇത് കണ്ടാൽ NS 200 ആണെന്നേ വിചാരിക്കുള്ളൂ കേട്ടോ. പക്ഷെ നമുക്കൊരു 5 സ്പീഡ് ഗിയർ ബോക്സാണ് കൊടുത്തിരിക്കുന്ന. സസ്പെൻഷൻ ഓൺ ദ സോഫ്റ്റ് സൈഡാണ്. റോട്ടിൽ ആ ഇംപെർഫെക്ഷൻ ഒക്കെ, നമ്മുടെ റോഡൊന്നും പെർഫെക്റ്റ് അല്ല, മോശമായിട്ടുള്ള റോഡാണ്. അതിൻ്റെ എല്ലാ അതേ പൊട്ടിപ്പൊളിഞ്ഞ വഴിയൊക്കെ അബ്സോർബ് ചെയ്യാൻ ഉള്ള ആവശ്യത്തിന് ട്രാവലുള്ള സസ്പെൻഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്സൈഡ് ഡൗൺ ഫോക്സാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും യൂറോ ഗ്രിപ്പ് ടയേഴ്സാണ് കൊടുത്തത്. MRF അല്ല, യൂറോ ഗ്രിപ്പ് ടയേഴ്സാണ്. ഡീസൻറ്റ് ടയേഴ്സാണ്, അത്രമാത്രം മോശമുള്ള ടയേഴ്സ് ഒന്നുമല്ല. എവറി ഡേ യൂസ് കമ്മ്യൂട്ടിംഗ് ഒന്നും യാതൊരു സീനുമില്ല. പിന്നെ എർഗണോമിക്സ് അറിയാലോ, NS 200 പോലെ സിമിലർ ആയിട്ടുള്ള എർഗണോമിക്സാണ്. സീറ്റ് കംഫർട്ടബിൾ, ആവശ്യത്തിലുള്ള പാഡിങ് ഉള്ള സീറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സിറ്റി യൂസ് ചെയ്യാനാണെങ്കിലും കമ്മ്യൂട്ട് ചെയ്യാനാണെങ്കിലും എവറി ഡേ ഓഫീസ് യൂസ് ചെയ്യാനാണെങ്കിലും പിന്നെ വേണമെങ്കിൽ കാഷ്വലായിട്ട് ടൂറിങ് ചെയ്യാനാണെങ്കിൽ ഞാൻ അറിയാണ്ട് അടുത്ത ഗിയറിട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കിയാൽ 6th ഇടാം. എൻ്റെ ഓർമ്മയിലൊരു 6th ഇടാൻ വേണ്ടി നോക്കി. പക്ഷേ ഇത് 5 സ്പീഡ് ഗിയർ ബോക്സാണ്. ക്ലച്ച് ലൈറ്റർ സൈഡിലാണ്, കൊള്ളാട്ടോ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 160cc എയർ കൂൾഡ് എഞ്ചിനാണ്. N160യുടെ എഞ്ചിനൊന്നുമല്ല, ഒരു ഡിഫറെൻറ്റ് എഞ്ചിനാണ് കേട്ടോ. ഒരു പൾസർ 180 പൾസർ 180 150 എന്നൊക്കെ ഇൻസ്പിറേഷൻ എടുത്ത് ഡിസൈൻ ചെയ്ത ഒരു എഞ്ചിനാണ്. പക്ഷേ NS 200 ലുക്കിലാണ് കൊടുത്തിരിക്കുന്നത്. കിക്കറൊക്കെ ഉണ്ട് കേട്ടോ. അത് അറിയാണ്ട് 6th ഇടാൻ നോക്കുന്നു. ആവശ്യം ഉണ്ടാകും നോക്കട്ടെ. ടാക്കോമീറ്റർ ഉണ്ട് കണ്ടോ. 6th 5th ഇങ്ങനെ 65-70 പോകുമ്പോൾ 5000 RPM യാതൊരു സ്ട്രെയിനും എഞ്ചിനില്ല. ബ്രേക്സ് ഗുഡാണ് കേട്ടോ. ഇപ്പോൾ കണ്ടേ ഫ്രണ്ടിൽ പെട്ടെന്ന് ആ വണ്ടി ബ്രേക്ക് പിടിച്ചപ്പോഴേക്കും ഞാൻ ജസ്റ്റ് ഒന്ന് തലോടിയേ ഉള്ളൂ, അപ്പോൾ തന്നെ സ്പീഡ് കട്ട് ചെയ്യുന്ന കണ്ടില്ലേ. ഇതിൽ ഫ്രണ്ടിൽ ഉപയോഗിച്ച 300 mm ഡിസ്ക് റോട്ടറാണ് കേട്ടോ. ഒരു 160cc മോട്ടോർ സൈക്കിളിന് മോർ തന്നെ നമ്മുടെ RTR കാട്ടിയൊക്കെ ബെറ്റർ ബ്രേക്കിംഗ് എനിക്ക് ഇതിലാണ്ട് ഫീൽ ചെയ്യണം. RTR 160 സെറ്റ് അറിയാണ്ട് ഞാൻ വീണ്ടും 6th ഇടാമെന്ന്. ഷോർട്ട് ഗിയറിംഗ് ആണ്, സിറ്റിയിൽ അക്രമം കാണിക്കാനുള്ള വണ്ടിയാട്ടോ. സ്മൂത്ത്നെസ് ഫസ്റ്റ് ജനറേഷൻ NS 160 മച്ച് മോർ സ്മൂത്തറായി. ഓഹോ, കൊള്ളാലോ, കൈവിട്ടാലോ. നല്ല സ്റ്റേബിളും കൂടിയാണ് കേട്ടോ. നോക്ക്, കൊള്ളാലേ. സസ്പെൻഷൻ ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. സോഫ്റ്റ് സസ്പെൻഷൻ, ബാക്ക് ഷോക്കും കൊള്ളാം, ഫ്രണ്ട് ഫോക്കും കൊള്ളാം. ഫോർ എവറി ഡേ യൂസ് കമ്മ്യൂട്ടിങ് കൊള്ളാം. ഓഫ് റോഡിനുള്ള വണ്ടിയൊന്നുമില്ല കേട്ടോ. നമ്മുടെ റോഡൊക്കെ ഓഫ് റോഡാണ്, എന്നാലും മച്ച് മോർ കംഫർട്ടബിൾ ആയിട്ടോ. വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പെരിമീറ്റർ ഫ്രെയിമൊക്കെ തന്നെ. പക്ഷേ എൻ്റെ വീൽ ബേസ് കുറച്ച് ലോങ്ങറാക്കി. NS 200 ലോങ്ങർ വീൽ ബേസ് ആണ് കേട്ടോ. അതുകൊണ്ട് കുറച്ചൊരു സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യാം കേട്ടോ. നമ്മുടെ RTR 160 എക്സ്ട്രീം 160 ഒക്കെ ഷോർട്ട് വീൽ ബേസാണ്. സിറ്റിയുടെ ഇടയിൽ കൂടെ കുത്തി കൊണ്ടുപോകാൻ, അക്രമം കാണിക്കാൻ ആ ഇടയിൽ കൂടെ കുത്തി കയറ്റി കൊണ്ടുപോകാൻ ഷോർട്ടർ വീൽ ബേസ് നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഇത് കുറച്ചും കൂടി എന്താ പറയുക, ഇത് കുറച്ചും കൂടി ഒരു സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ആ ലോങ്ങർ വീൽ ബേസ് കാണാം, അപ്സൈഡ് ഡൗൺ ഫോർക്ക് കാണും. ഇപ്പോൾ പുതിയ RTR 160 അപ്സൈഡ് ഡൗൺ ഫോർക്ക് എത്തിയിട്ടോ. പക്ഷേ ഇത്രയും സ്മൂത്ത് ആയപ്പോൾ ഒരു ചെറിയ പവർ ഡ്രോപ്പിൻ്റെ ഫീലിംഗ് കിട്ടുന്നുണ്ട്. അത്രമാത്രം പവർ ആ NS ആ നേക്കഡ് സ്പോർട്ടിൻ്റെ ആ പവർ അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. 160cc അല്ലേ, 4 വാൽവ് ആണ് കേട്ടോ. ട്വിൻ സ്പാർക്ക്. ഇപ്പോഴത്തെ എല്ലാ പൾസർ സീരീസ് സിംഗിൾ സ്പാർക്കിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോഴും ട്വിൻ സ്പാർക്കാണ്. പണ്ട് ഫസ്റ്റ് ജനറേഷൻ NS 200 ട്രിപ്പിൾ സ്പാർക്ക് ആയിരുന്നു. അവർ പറഞ്ഞിട്ടുണ്ടായത് കൂടുതൽ സ്പാർക്ക് പ്ലേ ഉണ്ടെങ്കിൽ ബെറ്റർ കമ്പഷൻ കിട്ടുന്ന, ബെറ്റർ ഫ്യൂൽ എക്കോണമി കിട്ടും എന്നൊക്കെയാണ്, മത്താപ്പൊക്കെയാണ് അവർ പറഞ്ഞത്. ഇപ്പം നോക്ക്, ഇത് ട്വിൻ സ്പാർക്കാണ് കേട്ടോ. 2 സ്പാർക്ക് പ്ലഗ് കൊടുത്തത്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരു സ്പാർക്ക് പ്ലഗ് കൊടുത്തിട്ടുണ്ട്. ബെറ്റർ ഫ്ലെയിം പ്രൊപ്പഗേഷൻ, ബെറ്റർ ഫ്യൂൽ എക്കോണമിക്ക് വേണ്ടിയാണെന്നാണ് അവർ പറയുന്നത് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറയുന്നത് 160cc എയർ കൂൾഡ് എഞ്ചിൻ ഏകദേശം 17 ഹോഴ്സ് പവർ ആൻഡ് 14.6 Nm ഓഫ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. അത്യാവശ്യത്തിന് പവർ ഉണ്ട്, പക്ഷേ വെയിറ്റ് കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ വലിയ ടയേഴ്സ് NS 200 വരുന്ന സിമിലർ ആയിട്ടുള്ള 100 സെക്ഷനും ബാക്കിൽ 130 സെക്ഷൻ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വെയിറ്റ് കുറച്ചൊന്ന് കൂടിയുണ്ട്. ഏകദേശം 151 kgs ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. പക്ഷേ എന്നാലും വണ്ടി വളരെ സ്മൂത്തായിട്ടോ. NS 200 സ്മൂത്തറായിട്ടുള്ള മോട്ടോർ സൈക്കിളാണ്. യാതൊരു വൈബ്രേഷൻ, ബിലോ 6000 RPM ഒന്നും വൈബ്രേഷൻ ഒന്നുമില്ല. അബവ് 6000 RPM എത്തുമ്പോഴാണ് ചെറിയ രീതിയിലൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നത് കേട്ടോ. കൈ തിരിച്ചു വെച്ചേക്കുവാ. കൊള്ളാം. ബ്രേക്സ് ആർ ഡീസൻ്റ്ലി ഗുഡ് കേട്ടോ. ആ ഫ്രണ്ടിൽ 300 mm ഡിസ്ക് റോട്ടർ ഉള്ളതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ ഫ്രണ്ട് ബ്രേക്സ് പിടിക്കാം. മാത്രമല്ല ഡുവൽ ചാനൽ ABS കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അഗ്രസീവായിട്ട് നിങ്ങൾ ഫ്രണ്ട് ബ്രേക്ക് അല്ലെങ്കിൽ റിയർ ബ്രേക്ക് ചാടി കയറി പിടിച്ചാൽ പേടിക്കൊന്നും വേണ്ട. കൊള്ളാട്ടോ. ഈവൻ ദ റിയർ ബ്രേക്സ് ഉള്ള ഓഫ് റോഡ് മോഡിൽ ABSൻ്റെ സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്ന
സെറ്റപ്പ് ഉള്ളാട്ടോ. ഇപ്പോൾ നല്ല ബ്രേക്കിംഗ് ഫീൽ, ഫ്രണ്ട് ഉണ്ട്, ആ ഡൈവ് ഉണ്ട്, സോഫ്റ്റ് സസ്പെൻഷൻ പ്ലസ് ഒരു ബിഗർ റോട്ടർ കൊടുത്താൽ പെട്ടെന്ന് ആ ഫ്രണ്ട് ഡൈവ് വരുന്നത്. ഫ്രണ്ട് ഡൈവ് എവറിഡേ കമ്മ്യൂട്ടിങ് ഓഫീസ് യൂസിനും പ്രശ്നമൊന്നുമില്ല. എന്നാൽ നമ്മുടെ ഈ മോശമായിട്ടുള്ള റോഡിലത്തെ എല്ലാ ബമ്പും അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള സസ്പെൻഷൻ വേണം. പക്ഷേ വലിയ ഡിസ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിർത്താൻ വലിയ ഡിസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ട് ആ ഫ്രണ്ട് ഡൈവ് ഉണ്ട്, ഫ്രണ്ടോട്ട് കുത്തിപ്പോവാം. ഹാൻഡ്ലിങ്ങിന് ഇത് ബാധിക്കും, അതാണ് പ്രശ്നം. പക്ഷേ ഇതെടുത്ത് ആരും ട്രാക്കിൽ പോകില്ലല്ലോ. അങ്ങനെ ട്രാക്ക് ഓടിക്കാൻ കോണറൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ RTR 160 ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. മാത്രമല്ല ഹീറ്റ് ഡെസിപ്പേഷനാണ്, യാതൊരു ഹീറ്റിംഗും ഇല്ല കേട്ടോ. പിന്നെ എൻ്റെ സീറ്റായിട്ട് വരുന്നത് 805 mm, ഞാൻ 5'8" അറിയാമല്ലോ. ഈസി ആയിട്ട് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ കംഫർട്ടബിൾ സീറ്റ് ചെയ്ത് കുറച്ചും കൂടി എടുത്ത് പാഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ട്രാവൽ ചെയ്യാൻ തന്നെ സെറ്റപ്പ്. വീക്കെൻഡൊക്കെ കാഷ്വൽ ടൂറിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിളാണ് കേട്ടോ. കൊള്ളാം. പിന്നെ കണ്ട ഇലൂമിനേറ്റഡ് ആ സ്വിച്ചസ് ആണ്. വേണമെങ്കിൽ ഈ ബട്ടൺ നിൽക്കാൻ മോഡ് മാറ്റാം. ഓഫ് റോഡ് മോഡാണ് ഞാൻ. നിങ്ങൾ ബിഗിനർ റൈഡർ ആണെങ്കിൽ റോഡ് മോഡിലിട്ട് ഓടിച്ചാൽ മതി. കുറച്ചും കൂടി എക്സ്പീരിയൻസ് കിട്ടിയാൽ ഓഫ് റോഡ് മോഡിലിട്ട് ഓടിക്കുക. ഈ ABS ഒന്നും അത്രമാത്രം ഇൻ്റർവീൻ ചെയ്യില്ല, അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കുറക്കാൻ പറ്റും. ഇതൊന്ന് റെവ് ചെയ്ത് ഓടിക്കാൻ കൊള്ളാട്ടോ. ഓഹോ കട്ട് ഓഫ് അടിച്ച് പോകണ്ട. ഓഹോ ആ NS ക്യാരക്ടർ ഉണ്ട് കേട്ടോ. ഇതാ ഷോർട്ട് സ്ട്രോക്ക് എഞ്ചിനില്ല, കുറച്ചുകൂടി ലോങ് സ്ട്രോക്ക് ആക്കിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് സ്ക്വയർ എഞ്ചിനാണ് കേട്ടോ. ആ NS DNA ഉണ്ട്. അഗ്രസ് ആ കട്ട് ഓഫ് ശബ്ദം കേട്ടില്ലേ? ഫ്യൂൽ ഇഞ്ചക്റ്റഡ് ആണ്, നല്ല ഫ്യൂലിംഗ് ആണ്, നല്ല സ്മൂത്ത് ത്രോട്ടിൽ റെസ്പോൺസ് ആണ്, ലീനിയർ പവർ ഡെലിവറിയാണ്. ഇതിനെക്കാട്ടി കുറച്ചൊരു സ്മൂത്തർ മോട്ടോർ സൈക്കിൾ നോക്കുന്നുണ്ടെങ്കിൽ N160 നല്ല ഓപ്ഷൻ ആണ് കേട്ടോ. മച്ച് മോർ സ്മൂത്തർ. അത് കുറച്ചും കൂടി എൻ്റെ സ്ട്രോക്ക് ലെങ്ത് കൂട്ടിയിട്ടുണ്ട്, കുറച്ചും കൂടി ഒരു ലോങ്ങർ സ്ട്രോക്ക് ആക്കിയിട്ടുണ്ട്. പണ്ട് 180 എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷോർട്ട് സ്ട്രോക്ക് ആയിരുന്നു കേട്ടോ. പറഞ്ഞാൽ എൻ്റെ ബോറായിരുന്നു സ്ട്രോക്കിനെക്കാട്ടിയും വലുത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ആ വണ്ടി വെച്ചിട്ടായിരുന്നു മിക്കൊരു അക്രമം കാണിക്കും. ഹൈവേയിലൊക്കെ കയറി പറപ്പിക്കുന്ന വണ്ടി പഴയ 180 ആയിരുന്നു. ആ 180 DNA എടുത്തിട്ട് അതിലോട്ട് NSൻ്റെ ഡിസൈൻ ലാംഗ്വേജ് കയറ്റി എടുത്തേക്കോട്ടോ. അയ്യോ മഴ പെയ്യാൻ പോകണം, കഥ ഞാൻ പിന്നെ പറയാട്ടോ. തിരിച്ചു പോട്ടെ. 5th ഗിയറിലാണ് ഇങ്ങനെ ഹൈവേയിൽ ഓടിക്കുമ്പോൾ ഇത് ഷോർട്ടർ ഗിയറിങ് ആണല്ലോ. അപ്പോൾ ഒരു 80 എത്തുമ്പോഴേക്ക് ചെറിയൊരു സ്ട്രെയിൻ ഫീൽ ചെയ്യാം. ഇനി ഹൈ 3 സ്പീഡിലൊക്കെ എവറി ഡേ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിൾ അല്ല. ചെയ്യാൻ പറ്റും, പക്ഷേ എഞ്ചിൻ അത്ര കംഫർട്ടബിൾ ആയിട്ടല്ല പോകുന്നത്. ഇതൊരു എയർ കൂൾഡ് യൂണിറ്റ് ആണല്ലോ. അതിനെക്കാട്ടി കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന N160, RTR 160, എക്സ്ട്രീം 160 കുറച്ചും കൂടി നിങ്ങൾക്ക് അങ്ങനെ ഹൈവേ യൂസ് കുറച്ചും കൂടി ഉണ്ടെങ്കിൽ ആ വണ്ടികൾ കുറച്ചുകൂടി ബെറ്റർ ആയിക്കോട്ടോ. പിന്നെ സ്ലിപ്പർ കച്ചൊന്നും ഇല്ല കേട്ടോ, അങ്ങനത്തെ മത്താപ്പൊന്നുമില്ല. അഗ്രസീവായിട്ട് അഗ്രസീവായിട്ട് ഡൗൺ ഷിഫ്റ്റ് റിയർ ലോക്കാവും. അതാണ് റിയർ വീൽ ചാറ്റർ എന്ന ലോക്കായിട്ട് ഇങ്ങനെ ചാടിപ്പോവും. അത് ഭയങ്കര റിസ്ക് ആണ്. നിങ്ങൾ ഹൈ സ്പീഡിലൊക്കെ കോർണർ എടുക്കുന്ന മുമ്പേ നിങ്ങൾ ഡൗൺ ഷിഫ്റ്റ് ഒക്കെ ചെയ്യില്ല. ചിലപ്പോൾ കുറച്ചുകൂടി വെയിറ്റ് ടുവേർഡ്സ് ഫ്രണ്ട് വരുത്താൻ വേണ്ടി അങ്ങനെ ചെയ്യാറുണ്ട്, കുറച്ചുകൂടി ഡൗൺ ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ മോട്ടോർ നിങ്ങൾ ഓൾറെഡി കുറച്ച് സ്പീഡിലാണ് വന്ന് നിങ്ങൾ കുറച്ച് ഷോർട്ടർ ഗിയറിങ് നിങ്ങൾ ഡൗൺ ഷിഫ്റ്റ് ഉള്ളേ ഈ റിയർ വീൽ ഇങ്ങനെ ലോക്കാവും. അപ്പോഴാണ് ക്രാഷ് ആകുന്നത് കേട്ടോ. സ്ലൈഡ് ചെയ്ത് പോയി വണ്ടി എടുത്തിട്ട് സ്റ്റെബിലിറ്റിനെ ബാധിക്കും. സോ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. സ്ലിപ്പറൊക്കെ ഇല്ലാത്ത മോട്ടോർ സൈക്കിൾ ആണെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കണം. ആദ്യം ബ്രേക്ക് യൂസ് ചെയ്ത് സ്പീഡൊന്ന് കുറച്ചിട്ട് വേണം ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ. ഞാൻ ബ്രേക്ക് ഒടിച്ച് സ്പീഡ് കുറയില്ലേ, കണ്ടാ എന്ത് സ്മൂത്തായിട്ടാണ് കുറച്ചിരിക്കുന്നത്. ഓൾവേസ് യൂസ് ദ ബ്രേക്സ് പ്ലസ് റവ് മാച്ചിങ് ചെയ്ത് കണ്ട് ഞാൻ എന്താ ചെയ്തത് ഒന്നും കൂടി ആ വീഡിയോ ഒന്ന് ബാക്ക് അടിച്ച് കണ്ടു. ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്ത് ചെറിയ രീതിയിൽ ഞാൻ ത്രോട്ടിലൊന്ന് ബ്ലിപ്പും ചെയ്യും വൈൽ ഡൗൺ ഷിഫ്റ്റ്. അത് കുറച്ചും കൂടി ഒന്ന് റവ് മാച്ച് ചെയ്യാൻ വേണ്ടി, സ്മൂത്തായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി കേട്ടോ ചെയ്തൊക്കെ. പഴയൊരു മോട്ടോർ സൈക്കിളിനൊന്നും സ്ലിപ്പർ കച്ച് ഉണ്ടായിരുന്നില്ല. പഴയ സൂപ്പർ ബൈക്സ് വരെ സ്ലിപ്പർ കച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പ്രോപ്പർ സ്കിൽ യൂസ് ചെയ്തിട്ട് വേണം എടുക്കാൻ. സ്ലിപ്പർ കച്ച് പുതിയ ഇറങ്ങിയ മത്താപ്പൊക്കെയാണല്ലോ. പക്ഷേ അതുണ്ടെങ്കിൽ ഭയങ്കര അഗ്രസീവായി ഡൗൺ ഷിഫ്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ട്രാക്കിൽ പോയാൽ എനിക്ക് ഭയങ്കര ലേസി ആയിട്ട് ചില സമയത്തൊക്കെ നമുക്ക് ലേസി ആയി ഓടിക്കാൻ കുറച്ച് ഭയങ്കര അഗ്രസീവ്. എനിക്ക് ഭയങ്കര ഇങ്ങനത്തെ മത്താപ്പുരം എന്താണെന്ന് പറയാം, ഇങ്ങനത്തെ ഇലക്ട്രോണിക് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ഫീച്ചേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ ഇറ്റ് മേക്സ് റൈഡിങ് ഈസിയർ. അതാണ് അങ്ങനെ ഈസിയർ ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടി സന്തോഷത്തോടെ കുറച്ചുകൂടി കിലോമീറ്ററൊക്കെ നമുക്ക് ഓടിക്കാം. ട്രാക്കിൽ വളരെ യൂസ്ഫുൾ. ട്രാക്കിൽ ചില സാഹചര്യത്തിൽ നമ്മൾ ഒരാളെയൊക്കെ ഓവർടേക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ആ വാശിയിൽ ആ ഈഗോയിൽ വന്ന് ഓവർടേക്ക് ചെയ്യും. അപ്പോഴാണ് കുറച്ച് സ്പീഡ് കൂടുതലാണ്, ഡൗൺ ഷിഫ്റ്റ് ചെയ്യണം. ആ കോർണർ മേക്ക് ചെയ്യാൻ വേണ്ടി ഡൗൺ ഷിഫ്റ്റ് ചെയ്യണം. അപ്പോഴാണ് ഈ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചിൻ്റെയൊക്കെ പ്രത്യേകത വരുന്നത്. സെറ്റപ്പാണ്. പുതിയ RTR 310 വേറൊരു സാധനം കൂടി വന്നിട്ടുണ്ട്, ഡ്രാഗ് ടോർക്ക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ മത്താപ്പുണ്ട്. ബ്രില്യൻ്റ് ആണ്. അത് കുറച്ചും കൂടി ആ ത്രോട്ടിൽ ബോഡി ത്രോട്ടിൽ പ്ലേറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കുറച്ചും കൂടി എക്സ്ട്രാ ഫ്യൂൽ കൊടുക്കും. കുറച്ചും കൂടി ആ ബാക്ക് ടോക്ക് എലിമിനേറ്റ് ചെയ്യും കേട്ടോ. സെറ്റപ്പ് വിത്ത് സ്ലിപ്പർ കച്ചിൽ അവർ ഡ്രാഗ് ടോക്ക് കൺട്രോളും കൊടുത്തിട്ടുണ്ട്. അത് കോർണറെങ്കിലും അതിൻ്റെ IMU വെച്ചിട്ട് അത് കോർണറിങ് ഡ്രാഗ് ടോക്ക് കൺട്രോൾ ആക്കും. മത്താപ്പ് അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ട് അത് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കട്ടോ. കൊള്ളാം. ഇത് ശാന്തമായി ഓടിക്കേണ്ട വണ്ടിയാണ്. കഥയൊക്കെ പറഞ്ഞ് വ്ളോഗൊക്കെ ചെയ്ത് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ സെറ്റപ്പ് വണ്ടിയാട്ടോ. കാഴ്ചകൾ കണ്ട് കംഫർട്ടബിൾ സസ്പെൻഷനാണ്, ഹീറ്റിംഗ് ഇല്ല, എർഗണോമിക്സ് അല്ല, കുറച്ചൊന്ന് സ്പോർട്ടി യെറ്റ് കംഫർട്ടബിൾ ആണ്. കാഴ്ചകളൊക്കെ കണ്ടു പോകാട്ടോ. 1,30,000 rupees എക്സ്ഷോറും പ്രൈസിൽ
സ്റ്റിൽ എ വെരി ഗുഡ് ഡീലാണ്ടോ. നിങ്ങൾക്ക് NS മേടിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ NSന് അധികം ഫ്യൂൽ എക്കോണമി ഇല്ല. ഇതിന് ഏകദേശം 50 to 55 km/ലിറ്റർ ഫ്യൂൽ എക്കോണമി കിട്ടും. മര്യാദക്ക് ഓടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ അക്രമം കാണിച്ച് നിങ്ങൾ ഡൗൺ ഷിഫ്റ്റ് ഒക്കെ ചെയ്ത് പ്രാന്ത് കാണിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ മൈലേജ് കിട്ടില്ല. ഈ വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഇതിപ്പോഴും ഒരു 4 വാൽവ് എഞ്ചിനാണ് കേട്ടോ. ഈ N160 ഒക്കെ എന്ന് പറഞ്ഞാൽ 2 വാൽവ് എഞ്ചിൻ, ഇതൊരു 4 വാൽവ് എഞ്ചിൻ. ഹയർ RPM കുറച്ചും കൂടി എയർ ഫ്യൂൽ മിക്സ് ഇൻ ടു ദ എഞ്ചിൻ കൊടുക്കാനും കുറച്ചൊരു ബെറ്റർ കമ്പഷൻ, കുറച്ചൊരു ബെറ്റർ പവർ, കുറച്ചൊരു ബെറ്റർ ഫ്യൂൽ എക്കോണമി എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് കേട്ടോ. ഹയർ RPM കുറച്ചൊന്ന് ഫ്യൂൽ എക്കോണമി കുറയും, പക്ഷെ എന്നാലും നല്ല പെർഫോമൻസ് ആയിട്ട് ഹയർ RPM കൂടുതൽ ഫ്യൂൽ ആൻഡ് എയർ ഇൻ ടു ദ എഞ്ചിൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വാൽവ് കൊടുത്തത്. ചെറിയ വാൽവ്സാണ്, പക്ഷേ അതിൻ്റെ വാൽവ് ഓപ്പണിംഗ് ഒക്കെ കുറച്ചും കൂടി ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ള ത്രോട്ടിൽ റെസ്പോൺസ്, ബെറ്റർ ആയിട്ടുള്ള ടോപ്പ് ആൻഡ് പെർഫോമൻസ് കിട്ടും കേട്ടോ. സോ ഇൻ മൈ ഒപ്പീനിയൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ഹൈവേ യൂസ് ചെയ്തിട്ട് കുറച്ചൊക്കെ പെർഫോമൻസ് റൈഡിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ 4 വാൽവ് എടുക്കാം. നിങ്ങൾക്ക് സിറ്റി യൂസ് ഒക്കെ ആണെങ്കിൽ 2 വാൽവ് എടുത്താൽ ഈ 2 വാൽവ് ഒക്കെ എടുത്താൽ വലിയ സീനൊന്നും കേട്ടോ. അതാണ് N160 കുറച്ചുകൂടി ആൾക്കാർ ഇതിനെക്കാട്ടി പ്രിഫർ ചെയ്യുന്നത്. മിക്കവർക്കും എന്ന് പറഞ്ഞാൽ ഹൈവേയിൽ അത്ര അക്രമം കാണിക്കാനുള്ള പ്ലാൻ ഒന്നുമില്ല. ശാന്തി സമാധാനത്തിലൊക്കെ ഓടിക്കാൻ മിക്കവർക്കും ഇഷ്ടം. എവറി ഡേ യൂസ് സിറ്റിയിലൊക്കെ ഓടിക്കാനാണെങ്കിലും ആൾക്കാർക്ക് അപ്പോൾ N160 കുറച്ചുകൂടി പ്രിഫർ ചെയ്യാൻ കാണുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ക്ലച്ച് ഓൺ ദ ലൈറ്റർ സൈഡ്, സിറ്റിയിലൊക്കെ ട്രാഫിക്കിൽ ഓടിക്കാനാണെങ്കിൽ അധികം ടാസ്ക് ഇല്ല. കൊള്ളാം. എങ്ങനെയുണ്ട് സാറ്? സോ നമ്മൾ എക്സ്റ്റെൻസീവ്ലി ടെസ്റ്റ് ചെയ്തൊരു മോട്ടോർ സൈക്കിൾ ബജാജ് പൾസർ NS 160. സോ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് NS 200 പോലെ സിമിലർ ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ, പക്ഷേ ഒരു പൾസർ 180 പെർഫോമൻസ് ഉണ്ട്. പഴയ പൾസർ എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് സ്ട്രോക്ക് എഞ്ചിൻ ആയിരുന്നു. അത് മാറ്റിയിട്ട് കുറച്ചും കൂടി സിറ്റി, ബെറ്റർ ഫോർ സിറ്റി, കുറച്ചൊരു ഷോർട്ടർ ഗിയർ, കുറച്ചൊരു ബെറ്റർ ഫ്യൂൽ എക്കോണമി, കുറച്ചൊരു റിലയബിൾ ആയി, കുറച്ചൊരു റിഫൈൻമെൻറ്റ് കൂട്ടിയ ഒരു എയർ കൂൾഡ് എഞ്ചിനാണ്. ഇതൊരു മിക്സ് ഓഫ് എ പൾസർ 150 180 ക്യാരക്ടറും ലുക്സ് ഓഫ് NS 200 അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഈ വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുക. നല്ല ഡീസൻ്റ്ലി ഗുഡ് ഫ്യൂൽ എക്കോണമി പ്രൊവൈഡ് ചെയ്ത ഒരു മോട്ടോർ സൈക്കിളും കൂടിയാണ്. നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഏകദേശം 50+ km/ലിറ്റർ ഫ്യൂൽ എക്കോണമി കിട്ടുക. ആ 12 ലിറ്ററിൻ്റെ ടാങ്ക് പ്ലസ് ആ അത്ര ഹൈ ഫ്യൂൽ എക്കോണമി കിട്ടുന്നതുകൊണ്ട് ഏകദേശം നിങ്ങൾക്കൊരു 500 km ഓഫ് റേഞ്ച് കിട്ടുന്ന. സിറ്റി യൂസ് ആണെങ്കിൽ, എവറി ഡേ യൂസ് ആണെങ്കിൽ, കമ്മ്യൂട്ടിങ് ചെയ്യാനാണെങ്കിൽ നമ്മുടെ ബാഡ് റോഡ്സിൽ പറ്റിയൊരു ഫ്രണ്ട് സസ്പെൻഷനെ കൊടുത്ത് ബാക്ക് ഷോക്ക് ഭയങ്കര ക്രൂഡ് ആയിട്ടുള്ള ബാക്ക് ഷോക്ക്, കുറച്ച് ഓഫ് ദ ഹാർഡർ സൈഡാണ്. ഈ പില്ലിയൻ സീറ്റ് ആണെങ്കിൽ അത്രമാത്രം കംഫർട്ടബിൾ സീറ്റ് അല്ല. പക്ഷേ ഇത് രണ്ടും എടുത്ത് പാഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിൾ സീറ്റ് ആക്കാൻ പറ്റും. ഫോർ ടൂറിങ് വരെയും ചെയ്യാൻ പറ്റും. ഗുഡ് ഫീൽ എക്കോണമിയിൽ കുറച്ചൊരു സ്പോർട്ടിനെസ് ഫീലിംഗ്. ഇതിൻ്റെ ഫുഡ് പേ കുറച്ച് പൊടിക്കൊരു ബാക്കിലോട്ടാണ് വെച്ചിരിക്കുക. കുറച്ച് സ്പോർട്ടിനെസ് കിട്ടാൻ വേണ്ടി കോർണറൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊരു ആ കോർണറിങ് ക്ലിയറൻസ് കിട്ടാൻ വേണ്ടിയുള്ള സെറ്റപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്കൊരു NS 200 വേണം. NS 200 എന്ന് പറഞ്ഞാൽ ലിക്വിഡ് കൂൾഡ്, കുറച്ചൊരു ഹയർ മെയിൻ്റെനൻസ്. ഇതിന് മെയിൻ്റെനൻസ് കുറവാണ്, കുറച്ചൊരു ബെറ്റർ ഫ്യൂൽ എക്കോണമി കിട്ടുന്ന, കുറച്ചും കൂടി ലെസ് വൈബ്രേഷൻസ് ആണ്. പിന്നെ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ 160cc കാറ്റഗറി, പ്രീമിയം കമ്മ്യൂട്ടർ കാറ്റഗറിയിൽ കുറേ മോട്ടോർ സൈക്കിൾസ് വന്നു. RTR 160 ഉണ്ട്, എക്സ്ട്രീം 160 ഉണ്ട്, കുറേ അധികം മോട്ടോർ സൈക്കിൾസ് ഉണ്ട് കേട്ടോ. ഈ RTR 160 ബെറ്റർ ഹാൻഡ്ലിംഗ് ആണ്, അതിന് ബെറ്റർ സസ്പെൻസ് സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കുറച്ച് ഹയർ റെവിങ് ആണ്, കുറച്ച് സ്പോർട്ടിനെസ് ഉള്ള മോട്ടോർ സൈക്കിളാണ് കേട്ടോ. അതുപോലെ എക്സ്ട്രീം ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ കംഫർട്ടാണ്, ബെറ്റർ ആഫ്റ്റർ സെയിൽ സപ്പോർട്ട്, സ്പെയർ പാർട്സ് കിട്ടും. അതിൻ്റെ ഇടയിലാണ് ഇത് വരുന്നത്. TVS ഇപ്പോൾ മിക്കവരും പറയുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ TVSൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത്രമാത്രം ആഫ്റ്റർ സെയിൽ സപ്പോർട്ടില്ല. സ്പെയർ പാർട്സ് ഒക്കെ ആണെങ്കിൽ കൊച്ചിയിൽ കുഴപ്പമില്ല, ബാക്കി ഔട്ട്സൈഡ് കൊച്ചിയൊക്കെ പോയി കഴിഞ്ഞാൽ പാർട്സ് കിട്ടാനൊക്കെ പാടാം. അവിടെയാണ് ഇത് NS 160 വരുന്നത്. ഇതിന് ഡീസൻ്റ് ആയിട്ടുള്ള ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ട്, ഡീസൻ്റ് ആയിട്ടുള്ള സ്പെയർ പാർട്ട് അവൈലബിലിറ്റി ഉണ്ട്, ഡീസൻ്റ് ആയിട്ടുള്ള എഞ്ചിനുമാണ്, റിലയബിൾ ആയിട്ടുള്ള ഡീസൻസി എല്ലാം കൂടി ഒരു മിഡിൽ നിൽക്കുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. ഇത് ഓടിക്കാൻ ഒരു NS 200 പോലെ സിമിലർ, പക്ഷേ വീൽ ബേസ് കുറച്ചൊന്ന് ലോങ് ആയി. മറ്റേ കാറ്റഗറിത്തെ മറ്റു 160 മോട്ടോർ സൈക്കിൾ വെച്ച് നോക്കുമ്പോഴേക്ക് RTR വെച്ച് നോക്കുവാണെങ്കിൽ, എക്സ്ട്രീം 160 വെച്ച് നോക്കുകയാണെങ്കിൽ അതൊക്കെ 4 വാൽവ് മോട്ടോർ സൈക്കിൾസ്, പക്ഷേ ഇതിൻ്റെ വീൽ ബേസ് കുറച്ചൊന്ന് ലോങ്ങറാണ്. ആ ലോങ്ങർ ആയതുകൊണ്ട് ആ സിറ്റിയിൽ ഈ RTR ഫ്ലിക്ക് ചെയ്യണ പോലത്തെ ഫ്ലിക്കബിലിറ്റി ഇല്ല. നമ്മുടെ NS 160 0 to 60 എത്താൻ ഏകദേശം 4.3 സെക്കൻഡ്സിലായിരിക്കുക. RTR 160 ഡസ് ഇറ്റ് ഇൻ 3.9 സെക്കൻഡ്സ്. ആ ഡിഫറൻസ് നോക്കുക. അതുകൊണ്ട് ഫാസ്റ്റർ ആക്സലേഷൻ ആയിട്ടുള്ള വണ്ടി, ഇപ്പോൾ ഗുഡ് പെർഫോമൻസ് ആയിട്ടുള്ള വണ്ടി RTR 160. പക്ഷേ എൻ്റെ ആഫ്റ്റർ സെയിൽ സർവീസ് സ്പെയർ പാർട്സ് കുറച്ച് പണി, എല്ലായിടത്തും കൊച്ചിയിൽ കിട്ടുന്ന പോലെ ഈസിലി അവൈലബിൾ ആയിരിക്കില്ല. അവിടെ കുറച്ച് കിട്ടാനൊക്കെ പണിയുണ്ടാവും. പക്ഷേ അവിടെയാണ് ഈ ബജാജിനാണെങ്കിൽ എക്സ്ട്രീം 160 ഹൈലൈറ്റ് ആണ്. എക്സ്ട്രീമിനാണ് കുറച്ചൊരു ബെറ്റർ ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് വരുന്നത്. കാരണം അത്രയും മാത്രം ഷോറൂംസ് എല്ലാ ത്രൂ ഔട്ട് ഇന്ത്യ തന്നെ അത്രയും എമൗണ്ട് ഓഫ് ഷോറൂംസ് ഉണ്ട്. സ്പെയർ പാർട്ട് അവൈലബിലിറ്റി ഓർഡർ ചെയ്താൽ അതിന് എങ്ങനെ പോയാലും പാർട്സ് കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ കുഴപ്പമില്ലാത്തത്ര ഷോറൂംസ് ഉണ്ട്, ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് ഉണ്ട്, സർവീസ് ഉണ്ട്. സ്പെയർ പാർട്ടൊക്കെ ഓർഡർ ചെയ്താൽ കുറച്ച് ടൈം എടുക്കും, പക്ഷേ എന്നാലും കിട്ടും. അതാണ് ആ ഇൻ ബിറ്റ്വീൻ ദ RTR ആൻഡ് എക്സ്ട്രീമാണ് ഈ വണ്ടി പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആണ്. യെസ്, ദ N160 തന്നെ ബജാജ് ഇറക്കിയിട്ടുണ്ട്. അതാണ് എനിക്ക് മനസ്സിലാക്കി. N160 അവർ ഇറക്കി കുറച്ചും കൂടി ലോങ്ങർ സ്ട്രോക്ക് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ, ബെറ്റർ ഫോർ സിറ്റി, ഇതിനെക്കാട്ടി കുറച്ചും കൂടി റിഫൈൻമെൻറ്റ് കൂട്ടി കുറച്ചുകൂടി ബെറ്റർ ഫ്യൂൽ എക്കോണമി ഉള്ള ഒരു മോട്ടോർ സൈക്കിൾ. സ്ട്രോക്ക് ലെങ്ത് കൂട്ടിയുണ്ട്, 165cc പോയി. അതൊക്കെ വെച്ച് എനിക്ക് അതാ ബജാജിന് സെറ്റ് മനസ്സിലായി. ബജാജ് പറഞ്ഞു ഇത് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസും ഭയങ്കര ഡിമാൻഡാണ്, ഇതിൻ്റെ ലുക്സാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ അതാ പറയുന്നത് സിറ്റി യൂസിൽ ഒരു NS വേണം, കുറച്ച് ബെറ്റർ ഫ്യൂൽ എക്കോണമി, കുറച്ച് കംഫർട്ടായിട്ട് സമാധാനത്തിലൊക്കെ ഓടിക്കുക ഒരു NS വേണമെങ്കിൽ
ദിസ് ഈസ് ദ മോട്ടോർ സൈക്കിൾ ടു ഗെറ്റ്. അതാണ് ഇപ്പോൾ പ്രശ്നം പറ്റി. ഇപ്പോൾ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ആ CB125 ഹോർണറ്റ് വരെ ഇറങ്ങിയിട്ടോ. ഗുഡ് ഓപ്ഷൻ, ബിഗിനർ റൈഡേഴ്സിന് വേണ്ടി അത്രയും ഓപ്ഷൻസ് ആണ് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിലുള്ളത്. അതാണ് ഇപ്പോൾ പ്രശ്നം പറ്റുക. അതുകൊണ്ട് NS160 ഇപ്പോൾ ഇൻ മൈ ഒപ്പീനിയൻ അത്ര സെറ്റപ്പുള്ള മോട്ടോർ സൈക്കിൾ, ദേ ആർ ബെറ്റർ മോട്ടോർ സൈക്കിൾ യു ക്യാൻ ഗെറ്റ്. നിങ്ങൾക്കൊരു NS വേണം, കുറച്ച് ബെറ്റർ ഫ്യൂൽ എക്കോണമി ഉള്ള ഒരു NS വേണം. എവറി ഡേ യൂസിന് NS അത്ര ഇഷ്ടം. ആ ഡിസൈൻ ലാംഗ്വേജ് കുറേ പേർക്ക് ഇഷ്ടം. എനിക്ക് പേഴ്സണലി ഞാനൊരു NS ഓണർ, അപ്പോൾ NS ഓണർ ആയിരുന്നു. അപ്പോൾ എനിക്ക് പേഴ്സണലി NSൻ്റെ ലുക്സ് ഭയങ്കര ഇഷ്ടം. ആ ലുക്സ് വിത്ത് ബെറ്റർ ഫ്യൂൽ എക്കോണമി, കുറച്ചും കൂടി ലെസ് മെയിൻ്റെനൻസ് ഉള്ള മോട്ടോർ സൈക്കിൾ നോക്കുന്നുണ്ടെങ്കിൽ സോ ഫോർ യു ഗൈസ് NS160 ആയിരിക്കും ദ പെർഫെക്റ്റ് ഓപ്ഷൻ. പിന്നെ എൻ്റെ പ്രൈസ് ഉള്ള 1.3 lakhs ഷോറൂം കൊച്ചിയിലാണ് വരുന്നേക്കുക. ഓൺ റോഡ് ഏകദേശം 1.5-1.6 lakhs നിങ്ങൾക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്ന ആ പ്രൈസിൽ ഇത് ഓഫർ ചെയ്യുന്ന ഫീച്ചേഴ്സ് സ്റ്റിൽ നോക്കി അപ്സൈഡ് ഡൗൺ ഫോർക്ക് ആണെങ്കിൽ ഡുവൽ ചാനൽ ABS എല്ലാം കൂടി ഒരു സ്ലിപ്പർ കച്ച് കൊടുത്തല്ലോ. ഒരു സ്ലിപ്പർ കച്ച് കൂടി ആഡ് ചെയ്തതിന് കുറച്ചും കൂടി ഡിസൈൻ ചേഞ്ച് കൊണ്ടുവരാം. ഇറ്റ്സ് ടൈം. ഇത് 2012 മുതലുള്ള ഡിസൈനാണ്. ഇപ്പോൾ എത്ര ഇയേഴ്സ് ആയല്ലേ? 15 years ഓഫ് ദ സെയിം ഡിസൈൻ. ഇറ്റ്സ് ടൈം ഫോർ എൻ അപ്ഡേറ്റ്. ഗ്രാഫിക് ഡിസൈൻ അല്ല, ഒരു പ്രോപ്പർ അപ്ഡേറ്റിനുള്ള ടൈം. NS200 ആണെങ്കിൽ NS400 ആണെങ്കിൽ അതേപോലെ NS160 ആണെങ്കിൽ ഈ അപ്ഡേറ്റ് വരണ്ട. സോ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? ഇതായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.